എല്ലാവർക്കും റിയാക്ട് JS പാർട്ട് 4ലേക്ക് സ്വാഗതം. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് റിയാക്റ്റിൽ എങ്ങനെ CSS യൂസ് ചെയ്യാമെന്നാണ്. നമുക്ക് നമ്മുടെ കമ്പോണൻറ്റിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്നാണ്. സോ നമുക്ക് മൂന്ന് രീതിയിൽ പ്രധാനമായും നമുക്ക് ചെയ്യാം. ഒന്നാമത് ഇൻലൈൻ CSS ആണ്, രണ്ടാമത് നമുക്ക് വേരിയബിൾസ് ഉപയോഗിച്ച് ചെയ്യാം, മൂന്നാമത് നമുക്കൊരു എക്സ്റ്റേണൽ CSS ഫയൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കമ്പോണൻറ്റിനെ സ്റ്റൈൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇവ മൂന്നും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ VS കോഡ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ app.jsൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കമ്പോണൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹെഡർ അതുപോലെ ഹോം. ഹെഡറിൽ പോകുന്നു, header.jsൽ പോകുന്നു. സോ ഇതിനാണ് നമ്മൾ ആദ്യമായി സ്റ്റൈൽ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഇൻലൈൻ സ്റ്റൈലാണ് കൊടുക്കുന്നത്. ഇൻലൈൻ സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ CSS പഠിച്ച സമയത്ത് പഠിച്ചിരുന്നു, നമ്മുടെ എലമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സ്റ്റൈൽ കൊടുക്കുന്നു. സോ ഉദാഹരണമായി ഞാൻ H1ന് സ്റ്റൈൽ കൊടുക്കുകയാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് ഈ എലമെൻറ്റിൻ്റെ ഓപ്പണിംഗ് ടാഗിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, സോ ഇതിനുള്ളിൽ നമ്മളൊരു കർലി ബ്രാക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരിക്കും, അതിനുള്ളിൽ മറ്റൊരു കർലി ബ്രാക്കറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുക. സോ അതിനുള്ളിൽ നമ്മൾ നമ്മുടെ സ്റ്റൈൽ കൊടുക്കാം. സോ നമ്മൾ ഉദാഹരണമായി കളർ നമ്മൾ റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കോട്ടിനുള്ളിൽ കൊടുക്കുക, റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പോണൻറ്റിനൂടെ റെഡ് എന്ന് പറയുന്ന കളർ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഇൻലൈൻ CSS കൊടുക്കാം. സോ ഇൻലൈൻ CSS നമ്മൾ കൊടുക്കുന്നത് ഒരു എലമെൻറ്റിൻ്റെ ഓപ്പണിംഗ് ടാഗിനുള്ളിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേരിയബിൾ ഉപയോഗിച്ച് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ഈ ഫംഗ്ഷനുള്ളിൽ വന്നതിന് ശേഷം നമ്മളൊരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യാം. കോൺസ്റ്റൻറ്റ് ഹെഡിങ് സ്റ്റൈൽ എന്ന് പറയുന്നൊരു വേരിയബിൾ. ഓക്കെ, സോ ഇതിനെ ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഇതിനുള്ളിൽ കളർ നമ്മൾ ബ്ലൂ എന്ന് കൊടുക്കുന്നു. തൽക്കാലം ബ്ലൂ. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ ഈ കളർ കൊടുത്ത ഈ ഒരു ഭാഗം, ഈ ഒരു കർലി ബ്രാക്കറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. സോ നമ്മൾ സ്റ്റൈൽ ഈക്വൽ ടു ഒരു കർലി ബ്രാക്കറ്റ് കൊടുത്ത ശേഷം അതിനുള്ളിൽ നമുക്ക് ഈ ഒരു ഹെഡിങ് സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, സോ നമ്മളിവിടെ ഹെഡിങ് സ്റ്റൈൽ എന്ന് പറയുന്ന വേരിയബിളിനെ ഇവിടെ കൊടുക്കാം. ഹെഡിങ് സ്റ്റൈൽ. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കമ്പോണൻറ്റിന് ബ്ലൂ കളർ ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് തരത്തിലുള്ള സ്റ്റൈലിംഗ്. ഒന്നാമത് ഇൻലൈൻ CSS, രണ്ടാമത് ത്രൂ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാം. ചെറിയ സ്റ്റൈലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. സോ ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ മോഡ്യൂളിനും പ്രത്യേകം CSS ഫയൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. സോ ഞാനിതിവിടെ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ ഒരു വേരിയബിൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. സോ ഓരോ മോഡ്യൂൾസിനും അതിൻ്റേതായിട്ടുള്ളൊരു CSS ഫയൽ, ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് നമ്മുടെ റിയാക്റ്റും ഫോളോ ചെയ്യുന്നത്. സോ റിയാക്റ്റിൽ നമ്മൾ നോക്കിയാൽ കാണാം index.js, ആ index.jsന് അതിൻ്റേതായിട്ടുള്ള index.css എന്ന് പറയുന്ന ഒരു ഫയൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ app.jsന് app.css എന്ന് പറയുന്ന ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. സോ ഉദാഹരണമായി നമ്മളിവിടെ app.cssൽ വന്നതിന് ശേഷം നമ്മൾ മുകളിൽ സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് അലൈൻ. സോ നമ്മളിത് റൈറ്റ് എന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കണ്ടൻറ്റും റൈറ്റിലോട്ട് ഇതുപോലെ പോകുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് മുഴുവൻ കമ്പോണൻസിന് ഇത് ബാധകമായിരിക്കും. സോ നമ്മൾ സെൻറ്റർ എന്ന് തന്നെ കൊടുക്കുന്നു. സേവ് ചെയ്യാം. സോ സെൻറ്ററിലോട്ട് വരുന്നതായിരിക്കും. ഉദാഹരണമായി നമ്മളിവിടെ കളർ ഇവിടെ നമ്മൾ പ്യൂർ CSS ആണ് എഴുതുന്നത്. സോ കളർ നമ്മൾ ഈ ഒരു കളർ അക്വ എന്ന് പറയുന്ന കളർ സെലക്ട് ചെയ്ത് സേവ് ചെയ്യുന്നു. സോ നമ്മുടെ എല്ലാ കമ്പോണൻറ്റിനും ആ കളർ ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. സേവ് ചെയ്യാം. സോ നമ്മുടെ എല്ലാ കമ്പോണൻറ്റിനും ആ ഒരു ബ്ലാക്ക് കളർ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ app.cssൽ സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഒരു ക്ലാസ് നെയിം വെച്ച് ചെയ്യാം. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിനും പ്രത്യേകം സ്റ്റൈൽ ലഭിക്കുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുഴുവൻ കമ്പോണൻറ്റിനും ആ സ്റ്റൈൽ അപ്ലൈ ആവുന്നതായിരിക്കും. ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നമുക്ക് ഓരോ കമ്പോണൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഉദാഹരണമായി നമ്മളിവിടെ header.js, സോ header.jsന് വേണ്ടി നമ്മൾ header.css എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മൾ മൂന്നാമതായി പഠിക്കാൻ പോകുന്നത്, എക്സ്റ്റേണൽ CSS ഫയൽ. ഓക്കെ, സോ നമ്മളിവിടെ വന്നതിന് ശേഷം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഞാനിതിന് header.css എന്ന് കൊടുക്കുന്നു. സോ ഇതൊരു CSS ഫയലാണ്. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഹെഡറിൽ വരാം. ഹെഡറിൽ വന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി കണ്ടൻറ്റ് ആഡ് ചെയ്യാം. ഒരു പാരഗ്രാഫ് എലമെൻറ്റ് ആഡ് ചെയ്യുന്നു. സോ നമ്മൾ പാരഗ്രാഫ്. സോ H1ന് നമുക്കൊരു ക്ലാസ് നെയിം കൊടുക്കാം. സോ നമുക്ക് ക്ലാസ് സെലക്ടർ ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ക്ലാസ് നെയിം നമ്മൾ H1ന് നമ്മൾ ഹെഡർ എന്ന് കൊടുക്കുന്നു. ഹെഡർ. അതുപോലെ പാരഗ്രാഫിന് നമ്മൾ ക്ലാസ് നെയിം പാര എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് header.cssൽ വരിക. സോ നമുക്ക് ആദ്യം നമ്മുടെ
H1 നമുക്ക് സെലക്ട് ചെയ്യാം. സോ H1 സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ഒന്നുകിൽ എലമെൻറ്റ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ക്ലാസ് നെയിം സെലക്ട് ചെയ്യാം. സോ നമ്മൾ നോർമലി ക്ലാസ് നെയിമാണ് സെലക്ട് ചെയ്യുന്നത്. ക്ലാസ് നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിൽപ്പെട്ട എലമെൻറ്റിന് മാത്രമേ അത് അപ്ലൈ ആവുകയുള്ളൂ. സോ നമ്മളിതെല്ലാം CSS പഠിച്ച കാര്യങ്ങളാണ്. സോ നമ്മളിവിടെ ഹെഡർ എന്ന് ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ശേഷം അതിൻ്റെ കളർ നമ്മളൊരു റെഡ് കളർ കൊടുക്കുന്നു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളൊരു ബ്ലൂ വയലറ്റ് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മാറ്റമൊന്നും കാണാൻ സാധിക്കില്ല. നമുക്ക് ഈ ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ അത് നമ്മൾ ചെയ്യേണ്ടത് ഇമ്പോർട്ട്, നമ്മൾ ഡബിൾ കോട്ടിനുള്ളിൽ നമ്മൾ ഏത് ഫയലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് .forward/ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ഫോൾഡറിലുള്ള ഫയൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ header.css എന്ന് പറയുന്ന ഈ CSS ഫയൽ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി ഇപ്പോൾ ഇതുപോലെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റൈൽ ഈ ഒരു നമ്മുടെ കമ്പോണൻറ്റിന് അപ്ലൈ ആവുന്നതായിരിക്കും. സോ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം. സോ നമുക്കിവിടെ കളർ വൈറ്റ് കൊടുക്കാം. ഓക്കെ, റെഡ് മാറ്റി നമുക്ക് വൈറ്റ് കൊടുക്കാം. ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. കമ്പോണൻ്റ് എന്ന് പറയുന്ന ഈ ഒരു രീതിയിൽ നമുക്ക് കളർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ ഡിവിന് നമ്മളൊരു ക്ലാസ് കൊടുക്കാം. ഡിവ് എലമെൻറ്റിന് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് div header എന്ന് കൊടുക്കാം. div header സേവ് ചെയ്യാം. സോ നമ്മൾ header.csൽ വന്നതിന് ശേഷം നമുക്ക് div header സെലക്ട് ചെയ്യാം. div header ബാക്കിയെല്ലാം നമ്മൾ CSSൽ പഠിച്ചതുപോലെ തന്നെയാണ്. നമുക്കതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഹൈറ്റ് നമുക്കൊരു 200 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു റോയൽ ബ്ലൂ കൊടുക്കാം. റോയൽ ബ്ലൂ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ലഭിക്കും. നമ്മളിപ്പോൾ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ലഭിച്ചത്. സോ അതുപോലെ നമുക്ക് ഇനി പാരഗ്രാഫ് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ പാരഗ്രാഫിൽ നമ്മൾ ക്ലാസ് നെയിം പാര എന്ന് കൊടുത്തിരുന്നു. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ക്ലാസ് നെയിം സെലക്ട് ചെയ്യുക, പാര. ഇതിൽ നമുക്ക് കളർ നമുക്കൊരു ഈ ഒരു ഡീപ്പ് പിങ്ക് എന്ന് പറയുന്ന ഒരു കളർ കൊടുക്കാം. സേവ് ചെയ്യാം. നമ്മൾ കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഹെക്സ് കളേഴ്സും കാണാൻ സാധിക്കും, ഹെക്സ് കോഡും കാണാൻ സാധിക്കും. നമുക്ക് ഹെക്സ് കോഡും കൊടുക്കാം, പേരും കൊടുക്കാം. സോ നമ്മളിവിടെ ഒരു ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളർ സെലക്ട് ചെയ്യാം. ഗ്രീൻ യെല്ലോ സെലക്ട് ചെയ്ത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് എക്സ്റ്റേണൽ CSS ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ റിയാക്റ്റിലെ കമ്പോണൻസിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ ഹോം മോഡ്യൂളിന് home.jsന് നമുക്ക് എങ്ങനെ CSS അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, home.css. സോ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മൾ home.jsൽ വരുന്നു. നമ്മൾ div എലമെൻറ്റിന് നമ്മളൊരു ക്ലാസ് കൊടുക്കാം. ക്ലാസ് നെയിം നമ്മൾ ഹോം എന്ന് കൊടുക്കുന്നു, ഹോം. അതുപോലെ ഇത്രയും കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ home.cssൽ വരുന്നു. നമ്മൾ ഹോം എന്ന് പറയുന്ന ക്ലാസ് സെലക്ട് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഒരു ഗ്രീൻ കൊടുക്കുന്നു. അതുപോലെ ഫോർഗ്രൗണ്ട് കളർ നമ്മൾ വൈറ്റ് കൊടുക്കുന്നു, വൈറ്റ്. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്കിത് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് home.jsൽ. സോ നമ്മളിവിടെ ഇമ്പോർട്ട് നമ്മൾ ഡബിൾ കോട്ടിനുള്ളിൽ നമ്മൾ നമ്മുടെ CSS ഫയൽ സെലക്ട് ചെയ്യുന്നു, home.css. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുത്ത ഒരു സ്റ്റൈൽ നമ്മുടെ കമ്പോണൻറ്റിന് അപ്ലൈ ആവുന്നതായിരിക്കും. ഇനി ഉദാഹരണമായി ഞാൻ header.jsൽ വരുന്നു. ഓക്കെ, ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ div header എന്ന് പറയുന്ന ഭാഗം ഞാൻ header എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ header എന്ന് കൊടുക്കുന്നു. ക്ലാസ് നെയിം header എന്ന് കൊടുക്കുന്നു. അതുപോലെ ഞാൻ home.jsലും വരുന്നു. home.jsൽ വന്നതിന് ശേഷം സോ ഈ ഒരു ക്ലാസ് നെയിം നമുക്ക് തൽക്കാലം header.jsലെ ഈ ഒരു ക്ലാസ് നെയിം H1ൻ്റെ ക്ലാസ് നെയിം നമുക്ക് ഡിലീറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. സോ നമ്മൾ home.jsൽ വരുന്നു. home.js വന്നതിന് ശേഷം ഞാൻ ഹോം എന്ന് പറയുന്നത് മാറ്റി ഞാനിവിടെ header എന്ന് കൊടുക്കുന്നു. header എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം നമുക്ക് header.cssൻ്റെ ആ ഒരു സ്റ്റൈൽ, header.cssൻ്റെ ഹെഡർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ, ഇത്രയും ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത്രയും നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. സോ ഹെഡർ എന്ന് പറയുന്ന ആ ഒരു ക്ലാസിൻ്റെ സ്റ്റൈൽ നമ്മുടെ എല്ലാ കമ്പോണൻറ്റിനും ലഭിക്കുകയാണ്. സോ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഡ്രോബാക്ക് ആണിത്. ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെയിം ക്ലാസ് നെയിം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കമ്പോണൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെയിം ക്ലാസ് നെയിം അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സെയിം ക്ലാസ് നെയിം ആണെങ്കിൽ നമ്മുടെ ബാക്കി മറ്റുള്ള CSS ഫയൽ ചിലപ്പോൾ പ്രവർത്തിക്കുന്നതായിരിക്കില്ല. ഏതെങ്കിലും ഒരു CSS ഫയലിലെ
കളറായിരിക്കും നമുക്ക് എല്ലാത്തിനും ലഭിക്കുന്നത്. സോ ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഹെഡർ ഡോട്ട് സി എസിൻ്റെ പേരൊന്ന് ചെറുതായി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ചെറിയ കുറച്ച് കമ്പോണൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഒരുപാട് കമ്പോണൻസുകളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരേ ക്ലാസ് നെയിം തന്നെ എല്ലാ കമ്പോണൻറ്റുകളും ചിലപ്പോൾ യൂസ് ചെയ്തെന്ന് വരാം. സോ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ CSSൻ്റെ ഫയൽ നെയിം ഒന്ന് നമ്മൾ ചെറുതായി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായി ഞാൻ ഹെഡർ ഡോട്ട് സി എസിൽ വരുന്നു, റീനെയിം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഹെഡർ ഡോട്ട് മോഡ്യൂൾ ഡോട്ട് CSS എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ഹോം ഡോട്ട് സി എസിലും വരുന്നു. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്യുന്നു, ഹോം ഡോട്ട് മോഡ്യൂൾ ഡോട്ട് CSS. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഹോം ഡോട്ട് JSൽ വരിക. ഇമ്പോർട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ എഴുതേണ്ടത് നമ്മളിവിടെ ഹോം CSS നമുക്കിവിടെ ഏത് പേരും കൊടുക്കാം. ഇമ്പോർട്ട് ഹോം CSS നമുക്ക് ഈ ഭാഗത്ത് ഏത് പേരും നമുക്ക് കൊടുക്കാവുന്നതാണ്. സോ ഹോം CSS ഫ്രം, സോ നമുക്ക് ക്യാമൽ കേസിൽ തന്നെ കൊടുക്കാം. ഹോം CSS ഫ്രം നമ്മുടെ ഫയൽ നെയിം കൊടുക്കുക, ഹോം മോഡ്യൂൾ ഡോട്ട് CSS സേവ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്ലാസ് നെയിം എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം ഒരു ബ്രാക്കറ്റിനുള്ളിൽ, ഓക്കെ, ബ്രാക്കറ്റിനുള്ളിൽ നമുക്കിപ്പോൾ ഹോം CSSലെ ഹെഡറിൻ്റെ നമുക്ക് 2 CSS ഉണ്ട്. 1 സെക്കൻഡ്. ഹോം മോഡ്യൂളിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആണ്, കളർ വൈറ്റ് ആണ്. അതുപോലെ ഹെഡറിലേത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു വയലറ്റ് ആണ്, കളർ ഗ്രീൻ ആണ്. സോ നമുക്ക് രണ്ടിൻ്റെതും ഇവിടെ തൽക്കാലം ഇതും നമുക്ക് ഹെഡർ എന്ന് കൊടുക്കാം. ഓക്കെ, സോ രണ്ടിൽ നമ്മൾ സെയിം ക്ലാസ് നെയിം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹെഡർ. സോ നമ്മൾ നേരത്തെ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസിൻ്റെ കളറായിരിക്കും എല്ലാ കമ്പോണൻസിനും ലഭിക്കുക. സെയിം ക്ലാസ് നെയിം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ. നമ്മൾ ഇനി ഇവിടെ ചെയ്യുന്നത് നമ്മൾ സെയിം ക്ലാസ് തന്നെ ഉപയോഗിക്കുന്നു. നമ്മൾ CSSൻ്റെ ഫയൽ നെയിം മാറ്റി ശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ക്ലാസ് നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഹോം CSS, നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഹോം CSS ഡോട്ട് കൊടുത്ത ശേഷം നമ്മുടെ ക്ലാസ് നെയിം കൊടുക്കുക. സോ ഹോം മോഡ്യൂളിൽ നമ്മുടെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് ഹെഡർ ആയിരുന്നു. ഓക്കെ, സോ നമ്മളിവിടെ ഹോം CSS ഡോട്ട് ഹെഡർ എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പോണൻറ്റിന് മാത്രം അത് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിത് വരാൻ കാരണം നമ്മുടെ ഹെഡർ ഡോട്ട് CSSൽ ഈ ഒരു സംഭവം ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. സോ നമുക്കിത് ഡിലീറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമ്പോണൻറ്റിന്, നമ്മൾ കൊടുത്ത കമ്പോണൻറ്റിന് മാത്രം നമ്മളിപ്പോൾ സെയിം ക്ലാസ് നെയിമാണ് ഉപയോഗിക്കുന്നതെങ്കിലും കൊടുത്ത കമ്പോണൻറ്റിന് മാത്രം നമുക്ക് ആ ഒരു സ്റ്റൈൽ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ മോഡ്യൂൾ ഡോട്ട് CSS എന്ന് കൊടുക്കുകയാണെങ്കിൽ. അതുപോലെ നമുക്ക് ഇനി ഹെഡറിൽ അത് നോക്കാം. ഹെഡർ ഡോട്ട് CSSൽ നമുക്ക് ഇമ്പോർട്ട് ഹെഡർ CSS ഫ്രം നമ്മുടെ ഫയൽ നെയിം കൊടുക്കുക, ഹെഡർ ഡോട്ട് മോഡ്യൂൾ ഡോട്ട് CSS സേവ് ചെയ്യാം. ക്ലാസ് നെയിമിനുള്ളിൽ നമ്മളൊരു കർലി ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ഹെഡർ CSS ഡോട്ട് അവിടുത്തെ നമ്മുടെ ക്ലാസ് നെയിം എന്തായിരുന്നു, ഹെഡർ എന്നായിരുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡ്യൂളിന് ആ ഒരു പ്രത്യേക കളർ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ സെയിം ക്ലാസ് നെയിം കൊടുക്കുകയാണെങ്കിലും നമുക്ക് നേരത്തെ വന്ന പോലെയുള്ള പ്രശ്നം വരുന്നതായിരിക്കില്ല. നമുക്ക് സെപ്പറേറ്റ് മോഡ്യൂളിൽ സെപ്പറേറ്റ് CSS ഇതുപോലെ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്തരം രീതിയിൽ നമുക്ക് ഹോം ഡോട്ട് മോഡ്യൂൾ ഡോട്ട് CS എന്ന് പറയുന്നത് റീനെയിം ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഉദാഹരണമായി നമ്മളിവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, ബട്ടൺ ഡോട്ട് മോഡ്യൂൾ ഡോട്ട് CSS. സോ ഇതിനുള്ളിൽ നമ്മൾ 3 തരത്തിലുള്ള ക്ലാസ് നെയിം, ലോഗിൻ BTN നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ, കളർ വൈറ്റ്. അതുപോലെ നമുക്ക് ലോഗ് ഔട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് റെഡ് കൊടുക്കാം. ഓക്കെ, റെഡ് സേവ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ 2 ക്ലാസ് നെയിമിലുള്ള ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇനി ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഹോമിൽ പോകുന്നു. സോ ഹോമിൽ പോയതിന് ശേഷം നമ്മൾ 2 ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. 2 ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യത്തേത് ലോഗിൻ, രണ്ടാമത്തേത് നമുക്ക് ലോഗ് ഔട്ട് എന്ന് കൊടുക്കാം. ലോഗ് ഔട്ട്. സോ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബട്ടൺ ഡോട്ട് CSSലെ ക്ലാസ് നെയിം നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ ഇതിൻ്റെ ക്ലാസ് നെയിം, ആദ്യത്തെ ബട്ടൻ്റെ ക്ലാസ് നെയിം ഞാൻ
നമ്മളിവിടെ കൊടുത്തത് ലോഗിൻ BTN എന്നായിരുന്നു. ഓക്കെ, സോ നമ്മൾ ലോഗിൻ BTN എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തേതിൻ്റെ ക്ലാസ് നെയിം ലോഗ് ഔട്ട് BTN എന്ന് കൊടുക്കുന്നു. ലോഗ് ഔട്ട് BTN സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമുക്കിത് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഇമ്പോർട്ട് BTN CSS. ഇവിടെ നമുക്ക് ഇത് വേരിയബിൾ പോലെയാണ്, ഏത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സോ നമ്മൾ ഇമ്പോർട്ട് ഫ്രം നമ്മുടെ button.module.css സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നെയിം നമ്മളിവിടെ ചെറിയൊരു വ്യത്യാസം വന്ന് നമ്മളിവിടെ ഈ കർലി ബ്രാക്കറ്റിനുള്ളിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ലോഗിൻ ബട്ടൺ ആയിരുന്നു. സോ നമ്മൾ BTN CSS.login BTN. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ ബട്ടൺ നമുക്ക് ബ്ലൂ കളർ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ലോഗൗട്ട് ബട്ടൺ നമുക്കിതുപോലെ സെയിം BTN CSS.logout BTN സേവ് ചെയ്യാം. നമ്മുടെ ലോഗൗട്ട് ബട്ടൺ നമുക്ക് റെഡ് കളർ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, റെഡ് കളർ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഇതുപോലെ module.css എന്ന് പറയുന്ന CSS ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ നമുക്കൊരു വേരിയബിൾ നെയിം കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇമ്പോർട്ട് ചെയ്ത് ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ സെയിം ക്ലാസ് നെയിം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ അതെല്ലാം കമ്പോണൻറ്റിനും ആ ക്ലാസ് നെയിമിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതിനെല്ലാം അത് അപ്ലൈ ചെയ്യാവുന്നതായിരിക്കും. സോ അതൊരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ module.css ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു CSS തന്നെ വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് റീയൂസ് ചെയ്യാനും സാധിക്കും.